ഗാസയിലെ കൂട്ടക്കുരുതി അവസാനിപ്പിക്കാൻ ആരംഭിച്ച സമാധാന ചർച്ച രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നു. വെടിനിർത്തൽ അംഗീകരിക്കുന്നതിനായി 3 ആവശ്യങ്ങളാണ് ഹമാസ് മുന്നോട്ട് വെച്ചത്. അതേസമയം യുദ്ധം 2 വർഷം പൂർത്തിയാക്കിയ ഗാസയിൽ പലയിടത്തും ആക്രമണം ഉണ്ടായതായും റിപ്പോർട്ടുകളുണ്ട്. ഗാസയിലെ കൂട്ടക്കുരുതി അവസാനിപ്പിക്കാൻ ആരംഭിച്ച സമാധാന ചർച്ച രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇസ്രയേൽ പലസ്തീൻ സമാധാന ചർച്ചയിൽ ഹമാസ് മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ നടപ്പാകുമോ എന്ന കാര്യത്തിലാണ് ഇപ്പോൾ ആശങ്ക നിലനിൽക്കുന്നത്. സ്ഥിരവും സമഗ്രവുമായ വെടിനിർത്തൽ, ഗാസയിൽ നിന്ന് ഇസ്രയേൽ സൈന്യത്തെ പൂർണ്ണമായും പിൻവലിക്കുക, മാനുഷിക ദുരിതാശ്വാസ സഹായങ്ങളുടെ അനിയന്ത്രിതമായ പ്രവേശനം സാധ്യമാക്കൽ, കുടിയിറക്കപ്പെട്ടവരുടെ വീടുകളിലേക്കുള്ള മടങ്ങിവരവ്, പലസ്തീൻ മേൽനോട്ടത്തിൽ പൂർണ്ണമായ പുനർനിർമ്മാണ പ്രക്രിയ ആരംഭിക്കൽ, തടവുകാരുടെ കൈമാറ്റ കരാർ എന്നിവയാണ് ഹമാസ് ചർച്ചയിൽ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആവശ്യങ്ങൾ. എന്നാൽ ഹമാസിന്റെ ആവശ്യത്തോട് ഇസ്രയേൽ മന്ത്രിസഭയ്ക്കുള്ളിൽ തന്നെ ശക്തമായ എതിർപ്പ് നിലനിൽക്കുകയാണ്. ഇത് നെതന്യാഹുവിനെ തീർത്തും സമ്മർദ്ദത്തിലാക്കുന്ന ഒരു വിഷയം തന്നെയാണ്. നിലവിൽ പൂർണ്ണമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചാൽ അത് ഹമാസിന് ഗുണം ചെയ്യുമെന്നാണ് ഒരു വിഭാഗം പറയുന്നത്. തീവ്ര വലതുപക്ഷ നേതാക്കളാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം എത്രയും പെട്ടെന്ന് വെടിനിർത്തലിലേക്ക് പോകണമെന്നാണ് ഹമാസ് ബന്ദികളാക്കി വെച്ചിരിക്കുന്നവരുടെ കുടുംബങ്ങളുടെ ആവശ്യം. എന്നാൽ രണ്ടാം വട്ട ചർച്ച ആരംഭിച്ചിരിക്കുമ്പോൾ ഗാസയുടെ പുനർനിർമ്മാണം ഉടൻ തുടങ്ങണമെന്നും ഇതിന് മേൽനോട്ടം വഹിക്കുന്നത് പലസ്തീനികളുടെ നേതൃത്വത്തിലുള്ള സമിതിയാകണമെന്നും ഹമാസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബന്ദി തടവുകാരുടെ കൈമാറ്റത്തിന് കൃത്യമായ കരാർ വേണമെന്നും ഹമാസ് നിലപാട് പറഞ്ഞു. ആദ്യഘട്ട ചർച്ച നല്ല അന്തരീക്ഷത്തിലായിരുന്നു നടന്നത്. 4 മണിക്കൂറാണ് ചർച്ച നീണ്ടുനിന്നത്. ഈ ഇരുണ്ട അധ്യായം അടച്ച് ശാശ്വതമായൊരു സമാധാനവും സുരക്ഷയും കൊണ്ടുവരാനുള്ള സുവർണ അവസരമാണ് ട്രംപിന്റെ പദ്ധതിയെന്ന് US വിദേശകാര്യ സെക്രട്ടറി പറഞ്ഞു. അതിനിടെ യുദ്ധം 2 വർഷം പൂർത്തിയാക്കിയ കഴിഞ്ഞ ദിവസം ഗാസയിൽ പലയിടത്തും ആക്രമണമുണ്ടായി. ഇത് എത്രത്തോളം ഇന്നത്തെ ചർച്ചയിൽ ബാധിക്കുമെന്ന് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന നിർദ്ദേശങ്ങളിൽ ചർച്ചകൾക്കായി ഈജിപ്തിൽ തയ്യാറെടുപ്പുകൾ പുരോഗമിക്കവേ ഇസ്രയേലി സൈന്യം ആക്രമണം തുടരുന്നതാണ് ലോകം കണ്ടത്. ചർച്ചകളിൽ ഉടൻ തന്നെ സമാധാനത്തിനുള്ള തീരുമാനമുണ്ടാകുമെന്നാണ് ലോകരാജ്യങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.